ഫേക്ക് സെൽഫ്, ഒരു കപട മുഖം. എനിക്കും നിങ്ങൾക്കൊക്കെ പ്ലാസ്റ്റിക് മുഖങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമ്മതിക്കുക. നമ്മളെല്ലാവരും മാറി മാറി പല പല മുഖംമൂടികൾ അണിയുന്നുണ്ട്. പേഴ്സൺ എന്ന പദം വരുന്നത് പേഴ്സോണ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. പേഴ്സോണ എന്ന പദത്തിൻ്റെ അർത്ഥം മുഖംമൂടി എന്നർത്ഥം. നമ്മളിങ്ങനെ മുഖംമൂടികൾ ധാരാളമായിട്ട് അണിയുന്നുണ്ട്. എത്ര മുഖംമൂടികളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അണിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുഖംമൂടികൾ നമ്മളുടേതാക്കി മാറ്റുകയാണ്. പിന്നെ നമ്മൾ കപട വ്യക്തിത്വമാണ്. ഇൻ്റഗ്രിറ്റാത്തും എന്ന പദത്തിന് ഇൻ്റഗ്രിറ്റി എന്ന പദം വരുന്നത്. ഇൻ്റഗ്രിറ്റാത്തും എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ഹോൾനെസ്, അതായത് ഒന്നിങ്ങനെ മുഴച്ചു നിൽക്കുന്നില്ല. വാക്കും നോക്കും പ്രവൃത്തി എല്ലാം ഒരു സമഞ്ജസം, ഒരു ഹാർമണി ഉണ്ടാകുന്നു. നമ്മളിൽ വാക്കൊരു വശത്ത്, പ്രവൃത്തി വേറൊരു വശത്ത്, ചിന്ത വേറൊരു വശത്ത്. അതാണ് ഇൻ്റഗ്രിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത്. അതാണ് ഫേക്ക് സെൽഫ്. ഫ്രീവായിട്ട് ചങ്ങാതി വെറുതെ ഒന്ന് ചോദിക്കണം, ഞാൻ ഭയങ്കര ഫേക്കായി മാറിയിട്ടുണ്ടോ? ഇപ്പോൾ ഫ്രാൻസിസിനെ കുറിച്ചൊരു ജേർണലിസ്റ്റ് എഴുതി, ഐ ലൈക്ക് ദിസ് ഗൈ ബിക്കോസ് ഹി വാക്സ് ഹി സ്റ്റോക്സ്. അതായത് പറയുന്ന അയാൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അയാൾ ഇഷ്ടമാണ്. ഗെതെ എന്ന ജർമ്മൻ കവിയുടെ ഒരു കഥാപാത്രം അപ്പനോട് പറയുന്നുണ്ട്, ബിക്കോസ് ദ ലൈഫ് യു ലിവ് അക്കോസ് ഇറ്റ് മൈ ഇയേഴ്സ് ഇൻ സച്ച് എ വേ ഐ കനോട്ട് ഹിയർ എ തിങ് യു സേ. നിങ്ങൾ ജീവിക്കുന്ന ജീവിതം എൻ്റെ ചെവിട്ടിക്കിടന്ന് മുഴങ്ങുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പിതാവേ, നിങ്ങളൊരു വല്ലാതെ ഫേക്ക് മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കുഞ്ഞിനെ വല്ലാതെ കൺഫ്യൂസ് ആക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ടാവില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിതം വല്ലാതെ ഫേക്കായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ഇരുട്ടിൻ്റെ പ്രസംഗമാണ് ആളുകളുടെ ഹൃദയത്തിൽ വന്നലയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫേക്ക് തിങ്ങൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കുക. ഇനി നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ ബോധമുണ്ടാകുമ്പോൾ ഉള്ള മാറ്റം എന്താണ്? ബോധമുണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ കരുത്തുള്ളവരായിട്ട് മാറും. എവറസ്റ്റ് കീഴടക്കാൻ പല പ്രാവശ്യം ശ്രമിച്ച എഡ്മണ്ട് ഹിലരി 16 വട്ടമാണ് അദ്ദേഹം അതിൽ പരാജയപ്പെട്ടത്. 16ാമത്തെ വട്ടം പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഡയറി കുറിച്ചു. അതിങ്ങനെ എഴുതി വെച്ചത്, എവറസ്റ്റ് ഐ വിൽ കം ബാക്ക് ടു കോൺകർ യു ബിക്കോസ് യു കനോട്ട് ഗ്രോ എനി മോർ ബട്ട് ഐ ക്യാൻ. എവറസ്റ്റ് ഞാൻ വരും, നിനക്ക് കീഴടക്കും, കാരണം നിനക്കിനിയും വളരാൻ പറ്റില്ല, എനിക്ക് വളരാൻ പറ്റും. ഈ ബോധമുള്ള ആൾ, എപ്പോഴും ബോധത്തിൽ ജീവിക്കുന്ന ഒരാൾ, അയാളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാത്തവർ കമ്പയർ ചെയ്ത് സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കും, സുഖം കെടുത്തിക്കൊണ്ടിരിക്കും, എപ്പോഴും പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കും, പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ബോധമുള്ള ആളുകൾ കിട്ടുന്ന അവസരം ഉപയോഗിക്കും, ബോധമില്ലാത്ത ആളുകൾ കിട്ടുന്ന അവസരം പോലും തട്ടിക്കളയും. ഇതിലേത് ഗണത്തിൽപ്പെടുന്നു ഞാനെന്ന് സ്വയം ചോദിക്കുക. ബോധമുള്ള ആളുകൾക്ക് എന്തിനും നേരിടാനുള്ള കഴിവ് അറിയാതെ വർദ്ധിച്ചു വരും. എഡ്മണ്ട് ഹില്ലരി തന്നെ എവറസ്റ്റ് കീഴടക്കിയതിന് ശേഷം പത്രക്കാർ വളഞ്ഞു അദ്ദേഹത്തെ. അവർ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ പുറത്തെ കൊടുമുടികൾ അകത്തെ കൊടുമുടികളെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതായിരുന്നു. ഞാൻ അകത്തെ കൊടുമുടികളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ നിരാശ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ കോംപ്ലക്സുകൾ അതിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ പുറത്തെ കൊടുമുടി ഒന്നും അല്ലാതായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ നിങ്ങളെ തന്നെ കൈവിട്ട് കളയരുത്. ദൈവം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തന്നിരിക്കുകയാണ്. മേക്ക് ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ്. ദൈവം പറഞ്ഞു തന്നു. ഇറ്റ്സ് അപ് ടു യു. അതിനെ മേക്ക് ചെയ്യണോ ബ്രേക്ക് ചെയ്യണോ അത് നിൻ്റെ തീരുമാനമാണ്. ദൈവം നിങ്ങളുടെ തീരുമാനത്തെ, സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബ്രേക്ക് ചെയ്ത് കളയല്ലേ, അതിനെ മേക്ക് ചെയ്യുക, സുന്ദരമാക്കി മാറ്റുക, സുന്ദരമായൊരു സങ്കീർത്തനം പോലെയാക്കി മാറ്റുക. എന്നിട്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ പറയുക, എൻ്റെ കർത്താവേ, നല്ല ഓട്ടം ഞാൻ പൂർത്തിയാക്കുന്നുണ്ട്, നിനക്ക് നന്ദി. അങ്ങനെ പറഞ്ഞ് ജീവിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഈ അവബോധം വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഒരല്പനേരമെങ്കിലും ധ്യാനിക്കാൻ ശ്രമിച്ചു നോക്കുക. അവബോധം വളർത്തിയെടുക്കുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിക്കുക. എന്നിട്ട് 139 സങ്കീർത്തനം, 23 സങ്കീർത്തനം, 27 സങ്കീർത്തനം, 91 സങ്കീർത്തനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുന്നൊരു ശീലമാക്കി മാറ്റുക. അടുത്തായിട്ട് അവബോധം വളർത്താൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഡയറി കുറിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തെഴുതുമെന്ന്? എന്തെങ്കിലുമൊക്കെ കുറിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് ഡയറി മാറട്ടെ. പതുക്കെ ഡയറി എഴുതി നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്താൻ തുടങ്ങും. പിന്നെ അവസാനമായിട്ട്
അവബോധം വളർത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിങ്ങളെ തന്നെ കൊച്ചാക്കാതിരിക്കുക. ഭയങ്കര കർക്കശക്കാരിയായ ടീച്ചറെ പോലെ ചോരമഷി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് തലങ്ങും വിലങ്ങും മാർക്കിലിടാതിരിക്കുക, വെട്ടി നിരത്താതിരിക്കുക. ഒന്ന് ജയിക്കാൻ അനുവദിക്കേണ്ട പ്രിയപ്പെട്ട ചങ്ങാതി, ജയിക്കട്ടെ. മേക്ക് യുവർ ലൈഫ്, ഡോണ്ട് ബ്രേക്ക് യുവർ ലൈഫ്.